എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ പോളിടെക്നിക് ഡിപ്ലോമ ലാറ്ററൽ എൻട്രി കോഴ്സുകളിലേക്കുള്ള 2025-26 അധ്യയന വർഷത്തേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷകൾ ക്ഷണിച്ചു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് polyadmission.org എന്നുള്ള വെബ്സൈറ്റുമായി വിദ്യാർത്ഥികൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് polyadmission.org എന്നുള്ള ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ റെഗുലർ ലാറ്ററൽ എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. റെഗുലർ വിഭാഗത്തിൻ്റെ ആ ഒരു അഡ്മിഷൻ നടപടികൾ ആരംഭിച്ചിട്ടില്ല. ലാറ്ററൽ എൻട്രി വിഭാഗത്തിൻ്റെ ആ ഒരു അഡ്മിഷൻ നടപടികളാണ് നിലവിൽ ആരംഭിച്ചിട്ടുള്ളത്. അപ്പോൾ സെക്കൻഡ് ഇയർ അഡ്മിഷൻ ത്രൂ ലാറ്ററൽ എൻട്രി 2025-26 എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കിവിടെ ആ ഒരു ഹെഡിങ് കാണാം. അപ്പോൾ ലാറ്ററൽ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ ഒരു ലാറ്ററൽ എൻട്രിയിലേക്കുള്ള അപേക്ഷ സമർപ്പിക്കാനുള്ള ആ ഒരു പേജിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഈ ഒരു ലാറ്ററൽ എൻട്രി കോഴ്സിനേക്കുള്ള യോഗ്യത എന്ന് പറയുന്നത് +2 ആണ്. അപ്പോൾ നിങ്ങൾ VHSC പഠിച്ചവരാണെങ്കിൽ അതിനനുസരിച്ച് റിസർവേഷൻ ഉണ്ട്. ITI പഠിച്ചവരാണെങ്കിൽ അതിനനുസരിച്ചുള്ള റിസർവേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനനുസരിച്ച് പലതരത്തിൽ പല റിസർവേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് പ്രോസ്പെക്ടസ് ഡൗൺലോഡ് ചെയ്തെടുക്കുക. അപ്പോൾ അതിൽ നിങ്ങൾക്ക് എന്തൊക്കെ വിധത്തിൽ റിസർവേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് അപേക്ഷിക്കാനായിട്ട് നിങ്ങളുടെ കയ്യിൽ സാധാരണഗതിയിൽ വേണ്ട നിങ്ങളുടെ +2വിൻ്റെ മാർക്ക് ഷീറ്റ്, അതുപോലെ തന്നെ അതായത് റിസൾട്ടിൻ്റെ പ്രിൻ്റ് ഔട്ട് ആയാലും മതിയാകും. അതുപോലെ തന്നെ ഈ ഒരു നിങ്ങൾക്ക് വല്ല റിസർവേഷൻസ് ഉണ്ടെങ്കിൽ, അതായത് നിങ്ങൾക്ക് കാസ്റ്റ്, അതുപോലെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്സ്, അതുപോലെ ഇതിൽ ഏതാണോ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് ആ ഒരു സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ്, അതുപോലെ ഫീസ് ആനുകൂല്യമുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ ഇൻകം സർട്ടിഫിക്കറ്റ്, ഇതുപോലുള്ള വിവിധ റിസർവേഷൻസും കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഡോക്യുമെൻറ്റ്സൊക്കെ നിങ്ങൾ ആദ്യമായി തയ്യാറാക്കി വെക്കണം. അതുപോലെ തന്നെ സ്റ്റേറ്റ് എഡ്യൂക്കേഷണൽ പർപ്പസിനുള്ള ഡോക്യുമെൻ്റ് ആയിരിക്കണം. അത് സംസ്ഥാന വിദ്യാഭ്യാസ ആവശ്യത്തിനുള്ള ആ ഒരു രീതിയിലുള്ള ഡോക്യുമെൻറ്റ്സ് ആയിരിക്കണം നിങ്ങൾ തയ്യാറാക്കേണ്ടത്. അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് ഈ ഒരു നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ലാറ്ററൽ എൻട്രി അഡ്മിഷൻസിൻ്റെ ഇമ്പോർട്ടൻ്റ് ഡേറ്റ്സ് ആണ്. ഇവിടെ കൊടുത്തിട്ടുണ്ട്. വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 16/5/2025 മുതലാണ്. അപ്പോൾ ഈ ഒരു അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതിയും രജിസ്ട്രേഷൻ ഫീസ് നൽകാനുള്ള അവസാന തീയതിയും ഈ ഒരു 30/5/2025, അതായത് മെയ് 30-ാം തീയതിയാണ്. അതുപോലെ ഓൺലൈൻ സബ്മിഷൻ ആപ്ലിക്കേഷൻ എൻഡ്സ്, അതായത് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് 30-ാം തീയതിയാണ്. അതുപോലെ പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത് ഈ ഒരു ജൂൺ 3-ാം തീയതിയും. അതുപോലെ തന്നെ നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ കറക്ഷൻസ് ഉണ്ടെങ്കിൽ അത് തിരുത്താൻ ആവശ്യമായിട്ടുള്ള അപ്പീൽ നൽകാനുള്ള അവസരം, അതായത് ഓൺലൈനായിട്ട് നൽകുന്നതാണ് ഈ ഒരു അപ്പീൽ എന്ന് പറയുന്നത്. അപ്പോൾ ഓൺലൈനായിട്ട് ചെയ്യുന്നതിനായിട്ടുള്ള അവസരം ഈ ഒരു ജൂൺ 5-ാം തീയതി വരെയാണ്. അതുപോലെ തന്നെ ഫൈനൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്ന ആ ഒരു ഡേറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ജൂൺ 9-ാം തീയതിയാണ്. അതുപോലെ തന്നെ കൗൺസിലിംഗ് ആൻഡ് അഡ്മിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് നിങ്ങൾ റാങ്ക് ലിസ്റ്റ് അടിസ്ഥാനപ്പെടുത്തി നിങ്ങൾക്ക് എവിടെയാണോ അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യത അതനുസരിച്ച് നിങ്ങൾ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ, അതായത് ഏത് പോളിടെക്നിക്കിലാണോ നിങ്ങൾ ഓപ്ഷൻ നൽകിയത് അവിടെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവിടേക്ക് അഡ്മിഷനായിട്ട് നിങ്ങൾ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോയിട്ട് അവിടെ അഡ്മിഷൻ നേടുന്നതിനാണ് കൗൺസിലിംഗ് അതുപോലെ തന്നെ അഡ്മിഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് 10-ാം തീയതി, അതായത് ഈ ഒരു ജൂൺ 10 മുതൽ ജൂൺ 13-ാം തീയതി വരെയാണ്. അതിനുശേഷം ഒഴിവ് വരുന്ന സീറ്റുകളൊക്കെ സ്പോട്ട് അഡ്മിഷൻ വഴിയാണ് നടത്തുക. അപ്പോൾ അതിൻ്റെ സർക്കുലറും കാര്യങ്ങളൊക്കെ വെബ്സൈറ്റിൽ എങ്ങനെയാണ് സ്പോട്ടിൽ പങ്കെടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ വെബ്സൈറ്റിൽ വരുന്നതായിരിക്കും. അത് 19/6/2025, അതായത് ജൂൺ 19 മുതൽ ജൂൺ 23 വരെയാണ്. അഡ്മിഷൻ ക്ലോസ് ചെയ്യുന്നത് ജൂലൈ 15 വരെയാണ്. ജൂലൈ 15-നാണ് എന്ന് പറയുന്ന കാരണം അതിനിടയ്ക്ക് ഏതെങ്കിലും കോളേജിലൊക്കെ സീറ്റ് വേക്കൻസി ഉണ്ടെങ്കിൽ അത് ആ ഒരു കോളേജിൽ സെപ്പറേറ്റ് ആയിട്ട് സ്പോട്ട് അലോട്ട്മെൻറ്റ്, അത് നേരിട്ട് പോയിട്ട് അവിടെ പോയിട്ട് ഇതുവരെ അപേക്ഷിക്കാത്ത വിദ്യാർത്ഥികൾക്കും അപേക്ഷിച്ച വിദ്യാർത്ഥികൾക്കുമൊക്കെ അഡ്മിഷൻ നേടാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു കോളേജുകൾ, അത് പോളിടെക്നിക് കോളേജിൽ ഈ ഒരു സ്പോട്ട് അലോട്ട്മെൻറ്റ് നടത്തും. അപ്പോൾ അതാണ് ഈ ഒരു രീതിയിൽ ജൂലൈ 15 വരെ ആ ഒരു ലാസ്റ്റ് ഡേറ്റ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി എങ്ങനെയാണ് ഈ ഒരു അപേക്ഷ സമർപ്പിക്കുക എന്ന് നോക്കാം. അതിനുമുമ്പായിട്ട് നിങ്ങൾക്ക് ഏതൊക്കെ പോളിടെക്നിക് കോളേജുകളാണ് ഉള്ളത് എന്നറിയണമെങ്കിൽ ജസ്റ്റ് ഇവിടെ ഡൗൺലോഡ്സിൽ ക്ലിക്ക് ചെയ്യുക. ഡൗൺലോഡ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് പ്രോസ്പെക്ടസ് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അതുപോലെ ലിസ്റ്റ് ഓഫ് പോളിടെക്നിക് കോളേജസ് ആൻഡ് ഡിപ്ലോമ പ്രോഗ്രാംസ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തത് കാണാം. അതായത് ഏതൊക്കെ പോളിടെക്നിക് കോളേജ് ഉണ്ട്, അവിടെ ഏതൊക്കെയാണ് ഡിപ്ലോമ കോഴ്സുകൾ ഉള്ളത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് പല വിധത്തിലുള്ള ആ ഒരു ഡൗൺലോഡ് ചെയ്യാനുള്ള ആ ഒരു ലിങ്കുകളും കാര്യങ്ങളൊക്കെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ആ ഒരു ലിങ്കുകളൊക്കെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അതിനായിട്ട് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ജസ്റ്റ് അവിടെ ഡൗൺലോഡ്സിലുള്ള, അതായത് അപ്പോൾ ഡൗൺലോഡ്സിലുള്ള നിങ്ങൾക്ക് ആവശ്യമുള്ള ഏതെങ്കിലും ഡോക്യുമെൻറ്റ്സ് ഉണ്ടെങ്കിൽ, അതായത് ഇവിടെ ഡൗൺലോഡ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കാണുന്ന ഏതെങ്കിലും ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇതുപോലുള്ള എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സിൻ്റെ ആ ഫോമും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി എങ്ങനെയാണ് ഈ ഒരു അപേക്ഷ സമർപ്പിക്കുക എന്ന കാര്യം നോക്കാം. അതിനായിട്ട് ചെയ്യേണ്ടത് വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ്.
അപ്പോൾ അതിനായിട്ട് വിദ്യാർത്ഥികൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇവിടെ ഈ ഒരു വെബ്സൈറ്റിൽ വൺ ടൈം രജിസ്ട്രേഷൻ ലാറ്ററൽ എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അതായത് ഏകദേശം ഒരു 200 രൂപയോളമാണ് ഫീസായിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ വൺ ടൈം രജിസ്ട്രേഷൻ സമയത്ത് താഴെ പറയുന്ന കാര്യങ്ങൾ ഉറപ്പുവരുത്തുക എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അതായത് അപേക്ഷകൻ മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി അതുപോലെ മറ്റ് ബന്ധപ്പെട്ട അഡീഷണൽ മാൻഡറ്ററി സബ്ജക്ട്സ് അടങ്ങിയ 2 വർഷ +2 അല്ലെങ്കിൽ VHSC 50% മാർക്കിൽ കുറയാതെ മാർക്കോടെ പാസ്സായിരിക്കണം. അല്ലെങ്കിൽ 2 വർഷ ITI അല്ലെങ്കിൽ KGCE 50% മാർക്കിൽ കുറയാതെ മാർക്കോടെ പാസ്സായിരിക്കണം. അതുപോലെ തന്നെ CBSE +2 ബേസിക് മാത്തമാറ്റിക്സ് സെലക്ട് ചെയ്തവർക്ക് ലാറ്ററൽ എൻട്രി വഴിയുള്ള അഡ്മിഷൻ അപേക്ഷിക്കാൻ കഴിയില്ല. അപേക്ഷയിൽ രജിസ്ട്രേഷൻ ചെയ്യുന്ന മൊബൈൽ നമ്പർ അപേക്ഷകൻ്റേതായിരിക്കേണ്ടതും പ്രവേശന പ്രക്രിയ കഴിയുന്നതുവരെ നിലനിർത്തേണ്ടതുമാണ്. അതുപോലെ വൺ ടൈം രജിസ്ട്രേഷൻ ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ സമർപ്പിക്കുമ്പോൾ മൊബൈലിൽ OTP വെരിഫിക്കേഷന് ശേഷം രജിസ്ട്രേഷൻ ഫീസ് അടക്കുവാനുള്ള ലിങ്ക് ലഭിക്കുന്നതാണ്. അപ്രകാരം ഫീസ് അടക്കാൻ സാധിക്കാത്തവർക്ക് പിന്നീട് www.polyadmission.org/let എന്നുള്ള അഡ്മിഷൻ പോർട്ടൽ ഹോം പേജിലെ ചെക്ക് ഓർ റിട്രൈ പേയ്മെൻറ്റ് ലിങ്ക് വഴി ഫീസ് അടക്കുവാനോ അല്ലെങ്കിൽ നിലവിൽ ഫീസ് അടച്ചതിൻ്റെ സ്ഥിതി പരിശോധിക്കുവാനോ സാധിക്കുന്നതാണ്. ഓൺലൈൻ പേയ്മെൻറ്റ് നടത്തുമ്പോൾ തുടക്കത്തിൽ ലഭിക്കുന്ന GRN നമ്പർ വളരെ പ്രധാനപ്പെട്ടതും അപേക്ഷ നിർബന്ധമായിട്ടും സൂക്ഷിക്കേണ്ടതുമാണ്. ഫീസ് പേയ്മെൻറ്റിനെ സംബന്ധിച്ചുള്ള എല്ലാ അന്വേഷണങ്ങൾക്കും GRN നമ്പർ നിർബന്ധമാകുന്നു. അതുപോലെ വൺ ടൈം രജിസ്ട്രേഷൻ, ഓൺലൈൻ അപേക്ഷാ സമർപ്പണം, പോളിടെക്നിക് പ്രവേശനം തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട എല്ലാ സംശയങ്ങൾക്കും എല്ലാ പോളിടെക്നിക് കോളേജിലെയും ഹെൽപ്പ് ഡെസ്കുകളിലെയും ലഭ്യമാക്കിയിട്ടുള്ള അധ്യാപകരുടെ മൊബൈൽ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പറുകൾ അഡ്മിഷൻ പോർട്ടലിലെ കോൺടാക്റ്റേഴ്സ് എന്ന ലിങ്കിൽ ലഭിക്കുന്നതാണ്. അതുപോലെ വൺ ടൈം രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയാൽ അപേക്ഷന് സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ അപേക്ഷാ സമർപ്പണത്തിന് പ്രത്യേകം ഫീസ് നൽകേണ്ടതില്ല. അതുപോലെ തന്നെ ഈ ഒരു വൺ ടൈം രജിസ്ട്രേഷൻ പോളിടെക്നിക് കോളേജുകളിൽ അപേക്ഷ നൽകുന്നതിനുള്ള നടപടിക്രമത്തിൻ്റെ ആദ്യഘട്ടം മാത്രമാകുന്നു. രജിസ്ട്രേഷൻ ഫീസ് അടച്ച് പൂർത്തിയാക്കുന്നതിന് ശേഷം മാത്രമേ പ്രവേശനത്തിനുള്ള അപേക്ഷ സമർപ്പിക്കുവാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഇവിടെ പ്രൊസീഡ് എന്നുള്ള ഒരു ലിങ്കിൽ ഉണ്ട്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് വൺ ടൈം രജിസ്ട്രേഷൻ എന്നുള്ള ഭാഗം വരുന്നതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അത് നിങ്ങളുടെ പേര്, അതുപോലെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ്, പിൻകോഡ്, മൊബൈൽ നമ്പർ, ഇമെയിൽ ID, അതുപോലെ തന്നെ ഫീ ടൈപ്പ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഫീ ടൈപ്പ് എന്ന് പറയുമ്പോൾ ജനറൽ എന്നാണെങ്കിൽ ജസ്റ്റ് അതിനനുസരിച്ച് ഫീസ് വരും. അതുപോലെ തന്നെ SC/ST ആണെങ്കിൽ അതിനനുസരിച്ച് ഫീസിൽ കുറവ് വരും. അപ്പോൾ നിങ്ങൾ ഏതാണ് അതനുസരിച്ച് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് ഇതിൻ്റെ ബാക്കി സ്റ്റെപ്പുകൾ കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്ത ശേഷം നിങ്ങൾക്ക് അതായത് ഫീ പേയ്മെൻറ്റ് ചെയ്യാനുള്ള ആ ഒരു ഓപ്ഷനും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. അപ്പോൾ ഈ ഒരു ഇവിടെ ചെക്ക് ഓർ റിട്രൈ പേയ്മെൻറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ട് എങ്കിൽ നിങ്ങളുടെ പേയ്മെൻറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് കൃത്യമായിട്ട് പരിശോധിക്കാനും, അതുപോലെ തന്നെ ഫീ പേയ്മെൻറ്റ് അത് കംപ്ലീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഫീ പേയ്മെൻറ്റ് വീണ്ടും ചെയ്യുന്നതിനായിട്ട് ഈ ഒരു പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ പേയ്മെൻറ്റ് ഇഷ്യൂസ് എന്ന് പറഞ്ഞുകൊണ്ട് പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഇഷ്യൂസ് വന്നിട്ടുണ്ടെന്നുള്ളതൊക്കെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇഷ്യൂസ് വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു ഇഷ്യൂസ് എന്താണോ അത് നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ള ഒരു ഫോമാണ്. അപ്പോൾ ഇവിടെ എന്താണ് ഇഷ്യൂസ് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. പേയ്മെൻറ്റ് മെയ്ഡ് ആൻഡ് വൺ ടൈം രജിസ്ട്രേഷൻ നോട്ട് കംപ്ലീറ്റഡ്, അൺഎബിൾ ടു മേക്ക് എ പേയ്മെൻറ്റ്, അതുപോലെ അതർ എന്നിങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനനുസരിച്ച് നിങ്ങളുടെ ആ ഒരു പരാതികൾ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ അറിയിക്കാവുന്നതാണ്. അതുപോലെ തന്നെ എങ്ങനെയാണ് ഈ ഒരു അപേക്ഷ സമർപ്പിക്കേണ്ടത് എന്നുള്ളത് അറിയുന്നതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു പ്രോസ്പെക്ടസിൽ കൃത്യമായിട്ട് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു രീതിയിൽ സിമ്പിളായിട്ട് തന്നെ ഈ ഒരു രജിസ്ട്രേഷൻ എങ്ങനെ ചെയ്യണം എന്നുള്ളത് ഇതിൽ പ്രത്യേകിച്ച് നൽകിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് വൺ ടൈം രജിസ്ട്രേഷൻ എന്നുള്ള ആ ഒരു ലിങ്ക് വഴി നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് ലോഗിൻ യൂസിങ് രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ, അതുപോലെ രജിസ്ട്രേഷൻ നമ്പർ, അതുപോലെ തന്നെ OTP, അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലേക്ക് വരുന്ന നിങ്ങളുടെ മൊബൈൽ നമ്പറോ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ നമ്പറോ നൽകിയ ശേഷം അതിലേക്ക് വരുന്ന OTP കൂടി നൽകിക്കൊണ്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് റിക്വയർഡ് കാറ്റഗറി ഓഫ് ആപ്ലിക്കേഷൻ ഓൺലൈൻ, അതായത് നിങ്ങൾക്ക് എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത് അതൊക്കെ നൽകി നിങ്ങളുടെ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ ആദ്യം ഫീ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ അതായത് വൺ ടൈം രജിസ്ട്രേഷൻ ലിങ്ക് വഴി തന്നെ നിങ്ങൾക്ക് ഫീ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതിൻ്റെ ഫീസും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ ഗവൺമെൻറ് കോളേജ് ആണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഫീസ് വരുന്നത് ഏകദേശം ഒരു 15,000 രൂപയ്ക്കുള്ളിൽ ഈ ഒരു ഫീസ് വരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഗവൺമെൻറ് എയ്ഡഡ് കോളേജുകളാണെങ്കിൽ ഏകദേശം ഒരു 15,000 രൂപയ്ക്കുള്ളിലാണ് ഫീസ് വരിക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഗവൺമെൻറ് കോസ്റ്റ് ഷെയറിംഗ് IHRD പോളിടെക്നിക് കോളേജ് ആണെങ്കിൽ ഏകദേശം ഒരു 25,000 രൂപയ്ക്കുള്ളിലായിട്ട് ടോട്ടലായിട്ട് ഫീസ് വരുന്നതായിരിക്കും. അതുപോലെ തന്നെ പെർ സെമസ്റ്റർ ഫീസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതനുസരിച്ച് ഫീസും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. അതുപോലെ തന്നെ ഗവൺമെൻറ് കോസ്റ്റ് ഷെയറിംഗ് ക്യാപ്പ് കോളേജസ്, അതായത് ക്യാപ്പ് കോളേജസിൽ നിങ്ങൾക്ക് ഏകദേശം അതുപോലെ തന്നെ ഏകദേശം ഒരു 20,000-30,000 രൂപയ്ക്കുള്ളിൽ തന്നെ ഫീസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ
സെൽഫ് ഫിനാൻസ് കോളേജുകൾ ആണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു 50,000-ഓളം രൂപ ഈ ഒരു ഫീസ് ഇനത്തിൽ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഫീസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നിങ്ങൾ ഇതിന് അപേക്ഷ സമർപ്പിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.